My dear students, Dr. James Taylor Ken രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ കൽക്കേറിയ കാർബോണിക്ക എന്ന അധ്യായത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. ഈ ഭാഗത്ത് കെൻറ്റ് കൽക്കേറിയയുടെ മെൻ്റൽ ജനറൽസിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഹീ ഈസ് ഫുൾ ഓഫ് ഫിയർ, weary of life, hopelessness, anxiety. ധാരാളം ഭയം, പലതിനെക്കുറിച്ചുള്ള ഭയങ്ങൾ, ജീവിതത്തോടുള്ള മടുപ്പ്, പ്രതീക്ഷയില്ലായ്മ, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, ആങ്സൈറ്റി, ഉത്കണ്ഠ, അങ്ങനെ മനസ്സായ കുഴപ്പത്തിലാണ്. ദ വേൾഡ് ഈസ് ബ്ലാക്ക്, ഈ ലോകമാകെ ഇരുണ്ടുപോയതാണ്. ഈ ലോകത്ത് പ്രകാശമൊന്നും കാണാൻ ഈ പേഷ്യൻറ്റ് സാധിക്കുന്നില്ല. ഒരു കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്. ഫിയർ ദാറ്റ് സംതിങ് സാഡ് ഓർ ടെറിബിൾ വിൽ ഹാപ്പൻ. ദുഃഖകരമോ ഭയാനകരമോ ആയ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഭയം. ഫിയേഴ്സ് ദാറ്റ് ഷീ വിൽ ലോസ് ഹെർ റീസൺ ഓർ ദാറ്റ് പീപ്പിൾ ഒബ്സർവ് ഹെർ കൺഫ്യൂഷൻ ഓഫ് മൈൻഡ്. അതായത് ഒരു സ്ത്രീയുടെ വിചാരങ്ങളാണ്. തൻ്റെ ഒരു കാര്യകാരണ ബോധം, തൻ്റെ ഒരു യുക്തിബോധം നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ തൻ്റെ മനസ്സിലെ ഒരു കൺഫ്യൂസ്ഡ് കണ്ടീഷൻ, മനസ്സിലെ ആശയക്കുഴപ്പം മറ്റുള്ളവർ കാണും, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ. ഫിയർ ഓഫ് ഡെത്ത് ഓർ കൺസംഷൻ, ഓഫ് മിസ്ഫോർച്യൂൺ, ഓഫ് ബീയിങ് അലോൺ. മരണത്തെക്കുറിച്ചുള്ള ഭയം, ക്ഷയരോഗം വന്നു പോകുമോ, അന്നത്തെ കാലത്ത് നിന്നിപ്പോൾ എയ്ഡ്സ് വരുമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മാരക രോഗം, ക്യാൻസർ വരുമെന്നോ എന്നൊക്കെയുള്ള പേടിമായി അന്നത്തെ കാലത്ത് ക്ഷയം വരുമെന്നുള്ളത്. അത്രയ്ക്ക് മിക്കപ്പോഴും മരണത്തിൽ കലാശിക്കുന്ന രോഗമാണ്. അപ്പോൾ മരണം വരുമോ, അല്ലെങ്കിൽ ക്ഷയം വരുമോ, എന്തെങ്കിലും ദൗർഭാഗ്യം സംഭവിക്കുമോ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുമോ എന്നൊക്കെയുള്ള പേടി. ഫിയർ അബോൺസ് എസ്പെഷ്യലി വെൻ ദ വോളണ്ടറി സിസ്റ്റം ഈസ് ഡിസ്റ്റർബ്ഡ്. ഭയം കുന്നുകൂടുകയാണ്. ആ മനുഷ്യൻ്റെ വോളണ്ടറി സിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞു, വോളണ്ടറി സിസ്റ്റത്തിലുള്ള ഇൻസാനിറ്റിയെ കുറിച്ച്. അവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോൾ ഭയം കുന്നുകൂടുന്നു. ഷീസ് സ്റ്റാർട്ടിൽഡ് അറ്റ് എവറി നോയ്സ്. ചെറിയ ശബ്ദം കേട്ടാൽ ഞെട്ടും. ഹി കാൺ സ്ലീപ് സോ ദാറ്റ് ദ ബോഡി റെസ്റ്റ് ഓർ ദ മൈൻഡ് റെസ്റ്റ്. ശരീരത്തിനോ മനസ്സിനോ വിശ്രമം കിട്ടാത്തതുകൊണ്ട് ആൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഹീസ് ഡിസ്റ്റർബ്ഡ് ഇൻ ഹിസ് സ്ലീപ് വിത്ത് ഹൊറിബിൾ ഡ്രീംസ്. ഹൊറിബിളായുള്ള ഭയാനകമായുള്ള സ്വപ്നങ്ങൾ കൊണ്ട് ഉറക്കം ആകെ കലങ്ങിയ ഉറക്കമാണ്. ഹിസ് സ്ലീപ്പ് ഈസ് എ റെസ്റ്റ്ലെസ് വൺ. ഗ്രേറ്റ് ആങ്സൈറ്റി ആൻഡ് ഒപ്രഷൻ, റെസ്റ്റ്ലെസ്നെസ് ആൻഡ് പാൽപിറ്റേഷൻ. ഇപ്പോൾ ഉറക്കത്തിലായ പ്രശ്നങ്ങൾ, അസ്വസ്ഥത, ഉത്കണ്ഠ, നെഞ്ചിടിപ്പ്, ഡെസ്പയറിങ്, ഹോപ്പ്ലെസ്നെസ്, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി, നിരാശ. These symptoms have to be coupled and connected with that leukoplegmatic, pale, flabby, sickly individual. ഈ കണ്ടീഷൻസ് പല ഫിസിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളവർ വരാം. ഇവിടെ പറയുന്നത് നമ്മൾ തുടക്കത്തിലെ പറയുന്ന കൽക്കേറിയയുടെ ആ ഒരു പൊണ്ണത്തടിയൻ തടിച്ച് ചേർത്ത അനാരോഗ്യകരമായ തടിയുള്ളൊരവസ്ഥ, അതായത് ല്യൂക്കോപ്ലഗ്മാറ്റിക്, പെയിൽ, ഫ്ലാബി, സിക്ലി ഇൻഡിവിജ്വൽ. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് വരുന്ന, വ്യക്തിയോട് ചേർന്ന് വരുന്ന ഇത്തരം സിംറ്റംസാണ് പ്രസക്തമാണത്. ചൈൽഡ് ക്രോസ് ആൻഡ് ഫ്രെറ്റ്ഫുൾ, ഈസിലി ഫ്രൈറ്റൻഡ്. കുട്ടികളാണെങ്കിൽ എപ്പോഴും കരഞ്ഞും വഴക്കുണ്ടാക്കിയും ചീറിയും ഒക്കെ ഇരിക്കുന്നു. പെട്ടെന്ന് പേടിക്കുന്നു, പെട്ടെന്ന് ഞെട്ടുന്നു. ഈസിലി ഫ്രൈറ്റൻഡ്. മെനി കംപ്ലൈൻറ്റ്സ് ആഫ്റ്റർ എക്സേർഷൻ ഓഫ് ദ മൈൻഡ്. മനസ്സുകൊണ്ടുള്ള അധ്വാനത്തിന് ശേഷം പല പ്രശ്നങ്ങളുണ്ടാകുന്നു. മെനി കംപ്ലൈൻറ്റ്സ് ആഫ്റ്റർ എക്സൈറ്റ്മെൻറ്റ്, ഷാഗ്രിൻ ഓർ ഫ്രൈറ്റ്. ഈ എക്സൈറ്റ്മെൻറ്റ്, പെട്ടെന്നുണ്ടാകുന്ന എക്സൈറ്റ്മെൻറ്റ് കൊണ്ടുണ്ട്, ഉത്തേജനം കൊണ്ട്. ഷാഗ്രിൻ എന്ന് വെച്ചാൽ ഒരു ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടാകുന്ന മനപ്രയാസം അല്ലെങ്കിൽ ഭയം. ഇത്തരം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നു അക്കമ്പനീഡ് ആയിട്ട്. ഹി സോ വീക്ക് ഇൻ ഹിസ് സർക്കുലേഷൻ, സോ മച്ച് ഡിസ്റ്റർബ്ഡ് ഇൻ ദ ഹാർട്ട്, ഇറ്റ് പാൽപിറ്റേറ്റ്സ് ഫ്രം എവറി എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ വളരെ ദുർബലമാണ്. ഹൃദയം ദുർബലമാകും, ഹൃദയത്തിൽ പ്രശ്നങ്ങൾ, ഡിസ്റ്റർബൻസ് ഉള്ളതുകൊണ്ടാണത്. ഇറ്റ് പാൽപിറ്റേറ്റ്സ് ഫ്രം എവറി എക്സൈറ്റ്മെൻറ്റ്.
ചെറിയൊരു ഉത്തേജനം ഉണ്ടായാൽ മതി, വല്ലാതെ നെഞ്ചിടിക്കും. വീക്ക് സർക്കുലേഷനാണ്. ഹീസ് ഔട്ട് ഓഫ് ബ്രെത്ത് ഫ്രം എവറി ഫിസിക്കൽ എക്സേർഷൻ. ചെറിയൊരു ശാരീരിക ആയാസം മതി ശ്വാസം നിന്നു പോകുന്നൊരവസ്ഥ, ശ്വാസം കിട്ടാത്തൊരവസ്ഥ. ആൻഡ് ദീസ് ടേക്ക് പാർട്ട് സോ മച്ച് ഇൻ ദ സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ഇൻ ദ ബോഡി, have so much to do with circulation of blood in the brain, have so much to do with the intellect, with the sensorium, that we see at once vertigo on almost all occasions, intermingled with all sort of symptoms. അപ്പോൾ ഈ സർക്കുലേഷനിലെ പ്രശ്നം ഒരു ശരീരത്തിലെ പ്രശ്നം എന്നതിനേക്കാൾ ഉപരി അത് ബ്രെയിനിലേക്കുള്ള, ശരീരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനെ കൂടി അത് ബാധിക്കുന്നതുകൊണ്ട് അത് അയാളുടെ ഇൻ്റലക്റ്റിനെയും അയാളുടെ ദിഷണയെ, അയാളുടെ ബുദ്ധി ശക്തിയെയും കൂടി ബാധിക്കുന്നു, സെൻസോറിയത്തെ ബാധിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഒട്ടുമിക്ക ഒക്കേഷനിലും തലകറക്കം ഉണ്ടാകുന്നു, വെർട്ടിഗോ, ഇൻ്റർമിംഗിൾ വിത്ത് ഓൾ സോർട്ട് ഓഫ് സിംറ്റംസ്. അപ്പോൾ ഈ സർക്കുലേഷനുള്ള പ്രശ്നം കൊണ്ട്, വീക്ക് ഹാർട്ട് ആയതുകൊണ്ട് സർക്കുലേഷനുള്ള പ്രശ്നം കൊണ്ട് തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തിന് അത് ബാധിക്കുന്നതുകൊണ്ട് അത് ബുദ്ധിയെയും അയാളുടെ ചിന്തകളെയും അയാളുടെ സംവേദനങ്ങളെയും സെൻസേഷൻസും ഒക്കെ ബാധിക്കുന്നു. ഫിയർ, ആങ്സൈറ്റി ആൻഡ് വേർട്ടിഗോ, അതൊരു മൂന്നും കൂടി ചേർന്ന് ഭയം, ഉത്കണ്ഠ, തലകറക്കം. ഇഫ് ഹിസ് ഇമോഷൻസ് സ്റ്റിർ ഹിം അപ്പ് ഹി ബിക്കംസ് ഡിസി. വികാരങ്ങൾ അയാളെ ഉത്തേജിപ്പിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു അസ്വസ്ഥത, ഒരു കലക്കം, മാനസികമായ കലക്കൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അയാൾ ഡിസിയായി പോകും. ആകെ ഒരു മന്ദീഭവിച്ച അവസ്ഥ, തലയൊക്കെ ഇങ്ങനെ വിങ്ങുന്നൊരവസ്ഥ. ഫ്രം ഗോയിങ് അപ്സ്റ്റേഴ്സ് ദ ബ്ലഡ് മോൾസ് ടു ദ ഹെഡ് ആൻഡ് ഹീ ബിക്കംസ് ഡിസി. അപ്പോൾ കയറ്റം കയറുമ്പോൾ, എണിപ്പടികൾ കയറുമ്പോൾ, ഒരു കുന്ന് കയറുമ്പോഴൊക്കെ തലയിലേക്ക് രക്തം ഇരച്ച് കയറിയിട്ട് അയാൾ തല ഇങ്ങനെ മങ്ങിപ്പോകുന്നു, ഡിസിയായി പോകുന്നു, ഒരു ലഹരി പിടിച്ച പോലെയോ മറ്റൊക്കെ. കൺഫ്യൂഷൻ ഓഫ് മൈൻഡ് ആൻഡ് വേർട്ടിഗോ ഫ്രം മെൻ്റൽ എക്സേർഷൻ. മാനസിക അധ്വാനം കൊണ്ട് മനസ്സിന് ആശയക്കുഴപ്പമുണ്ടാകുന്നു, തലകറക്കം ഉണ്ടാകുന്നു. ഇഫ് ഹി ബിക്കംസ് ഷോക്ക്ഡ് ഓർ ഹി ഹാസ് ബാഡ് ന്യൂസ് ഓർ ഹാസ് എനി മെൻ്റൽ എക്സൈറ്റ്മെൻറ്റ് ഓർ ഷാഗ്രിൻ, ഹിസ് വേർട്ടിഗോ വിൽ കം ഔട്ട്. അപ്പോൾ ഈ തലകറക്കം വരുന്ന പല സന്ദർഭങ്ങളുണ്ട്. ഒരു ഷോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ, മോശം വാർത്ത കേട്ടാൽ, മനസ്സിന് എന്തെങ്കിലും എക്സൈറ്റ്മെൻ്റ് ആയാൽ, അയാൾ ആരെങ്കിലും ഹ്യൂമിലിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അയാളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തി കഴിഞ്ഞാൽ അപ്പോൾ വെർട്ടിഗോ ഉണ്ടാകും. കൺഫ്യൂഷൻ ഓഫ് മൈൻഡ്, ഡിറ്റർമിനേഷൻ ഓഫ് ബ്ലഡ് ടു ദ ഹെഡ്, കോൾഡ് എക്സ്ട്രീമിറ്റീസ് കവേർഡ് വിത്ത് സ്വെറ്റ് വിത്ത് വെർട്ടിഗോ. മനസ്സിൽ ആകെ ആശയക്കുഴപ്പം, തലയിലേക്ക് ചോര ഇറച്ചി കയറുന്നു, എക്സ്ട്രീമിറ്റീസൊക്കെ തണുത്ത് മരവിക്കുന്നു, വിയർപ്പ് കൊണ്ട് വന്ന് നിറയുന്നു, തലകറക്കുന്നു. Vertigo when climbing into high places. That is the effort of going up. അപ്പോൾ മേലേക്ക് കയറുന്നുള്ള എഫർട്ട് കൊണ്ടുണ്ടാകുന്ന തലകറക്കമാണ്. The blood rushes to the head and he becomes dizzy. On going upstairs or up a hill. അപ്പോൾ മേലേക്ക് കയറുമ്പോൾ തലയിലേക്ക് രക്തം ഇരച്ചു കയറുന്നു, തല ആകെ വന്നിച്ചു പോകുന്നു. On suddenly rising or turning the head even when at rest. അപ്പോൾ ഈ തലയിലേക്ക് രക്തം ഇരച്ചു കയറലും തലകറക്കം ഉണ്ടാകൽ കയറ്റം കയറുമ്പോൾ ആകാം, ഇരുന്നിടത്തുനിന്ന് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ ആകാം, തല തിരിക്കുമ്പോഴാകാം, ഒന്നുമില്ല വെറുതെ ഇരിക്കുമ്പോഴും ആകാം. തലകറക്കം ഒരു പ്രധാന പ്രശ്നമാണ് കൽക്കേരിയ പേഷ്യൻ്റ്. One of the most striking symptoms of the head of the Calcarea patient is the sweat. The sweat of the head upon the slightest exertion. Calcarea patient തലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു ലക്ഷണം വിയർപ്പാണ്. ചെറിയൊരു എക്സർഷൻ ഉണ്ടായാൽ മതി തല വിയർക്കും. He will sweat on the face when he sweats nowhere else. ശരീരത്തിന് മറ്റൊരു ഭാഗത്തും വിയർക്കാത്തപ്പോൾ മുഖം വിയർക്കും. And his head is covered with cold sweat when he is comfortable in other places about the body. ശരീരത്തിന് മറ്റ് ഭാഗങ്ങളൊക്കെ വളരെ സുഖകരമായിട്ടിരിക്കുമ്പോൾ തല തണുത്ത വിയർപ്പ് കൊണ്ട് നിറയും.
The same thing is true about the feet. അതേപോലെ തന്നെ കാലിൽ സംഭവിക്കും. When his feet become very cold, they will sweat. കാല് തണുത്തിരിക്കുമ്പോൾ വേർക്കും. സാധാരണ ചൂടാകുമ്പോഴാണ് വേർക്കുന്നത്. When they are warm, they will sweat. തണുത്തിരിക്കുമ്പോഴും വേർക്കും, ചൂടായിരിക്കുമ്പോഴും വേർക്കും. You would naturally think that a person going to a cold room would stop his sweating. But sometimes the Calcarea patient will break out in a sweat upon the head and upon the feet and in a cold room. അപ്പോൾ വേർതിരിക്കുന്ന ഒരാൾ തണുത്ത മുറിയിലേക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ആണെങ്കിൽ എയർ കണ്ടീഷൻ്റെ അവസ്ഥയിലേക്ക് പോകുമ്പോൾ ആ വേർപ്പ് മാറുമെന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ചിലപ്പോൾ തലയിൽ കാലിൽ ഒക്കെ വേർപ്പ് പൊട്ടിപ്പുറപ്പെടുകയും ചെയ്യുന്നു. He sweats upon the forehead so that every draft of air make him chilly. നെറ്റിയിൽ വേർക്കുന്നു. ഈ നെറ്റിയിൽ വേർപ്പുണ്ടാകുമ്പോൾ ചെറിയൊരു കാറ്റ്, ചെറിയൊരു മന്ദമാരതം മതി അയാളാകെ തണുത്ത് പറക്കും. ആൻഡ് ദിസ് ബ്രിങ്സ് ഓൺ ഹെഡ് ഏക്ക്. ഈ ചില്ലിനെസ്സിൻ്റെ പിന്നാലെ തലവേദന വരും. കോൾഡ്നെസ് ഓഫ് ദ വോൾ സ്കാൽപ്പ്, തല മുഴുവൻ തണുത്തിരിക്കുക. സോ ഹി ഹാസ് ടു റാപ്പ് അപ്പ് ഹിസ് ഹെഡ്, തല മൂടിക്കെട്ടണം. യെറ്റ് ഡ്യൂറിങ് കഞ്ചഷൻ ദ ഹെഡ് ഈസ് ഹോട്ട്. എന്നാൽ കഞ്ചഷൻസ് ഉണ്ടാകുമ്പോൾ, നല്ല കഞ്ചഷൻ ഉണ്ടാകുമ്പോൾ തല ചൂടായിരിക്കും. ഇതൊരു വളരെ വിചിത്രമായ പ്രയാസങ്ങളാണ് ഇയാളുടെ തലയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, വിയർപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അത് വളരെ ശ്രദ്ധാപൂർവം, കൺഫ്യൂസിങ് ആണെന്ന് തോന്നുമെങ്കിലും വളരെ ശ്രദ്ധിച്ച് കേസ് പഠിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. സോ ഇറ്റ് ഹാസ് അറ്റ് ടൈംസ് ഗ്രേറ്റ് ഹീറ്റ് ഇൻ ഹെഡ്. ചില സമയങ്ങളിൽ തലയിൽ വളരെ ചൂടുണ്ടാകും. അത് കഞ്ചഷനൊക്കെ ഉണ്ടാകുമ്പോൾ തലയിൽ തണുപ്പിന് പകരം ഭയങ്കര ചൂടായിക്കൊണ്ടാകുന്നു. The Calcarea headaches are stupefying. They are benumbing. They bring on confusion of mind. കൽക്കേറിയയുടെ തലവേദനകൾ ആകെ മന്ദിപ്പിച്ച് കളയുന്ന തരത്തിലാണ്. ആകെ മന്ദിച്ച് ഒന്നും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കും. മനസ്സിൽ ആശയക്കുഴപ്പമുണ്ടാവും. അപ്പോൾ അങ്ങനെ മനസ്സും ഈ തലവേദനയുമായിട്ട് വളരെ ബന്ധപ്പെട്ട അവസ്ഥയാണ് കൽക്കേറിയുള്ളത്. The Calcarea patient has a catarrh in the nose with more or less discharge. At its best, he has considerable discharge. അപ്പോൾ ചിലപ്പോൾ ഡിസ്ചാർജ് കൂടുതലുണ്ടാവും, ചിലപ്പോൾ എയറിങ് കുറഞ്ഞിരിക്കാം ഈ catarrhal കണ്ടീഷനിൽ. But he goes into a cold place, the discharge is slacked up and he gets a headache. പക്ഷേ ഒരു തണുത്ത സ്ഥലത്തേക്ക്, ഒരു എയർ കണ്ടീഷൻ ചെയ്ത സ്ഥലത്തേക്ക് മറ്റോ പോവുകയാണെങ്കിൽ ഈ നാസൽ ഡിസ്ചാർജ് കുറയും, അതിന് പിന്നാലെ തലവേദനയും വരും. ഹെഡ് ഏക്ക് ഓവർ ദ ഐസ്, കണ്ണുകൾക്ക് മുതലുള്ള വേദന. കഞ്ചഷൻ ഓഫ് ദ ഹെഡ്, ബാക്ക് ഓഫ് ദ ഹെഡ്, തലയിൽ തലയുടെ പിൻഭാഗത്തൊക്കെ കഞ്ചഷൻ. ടിയറിങ് ഹെഡ് ഏക്ക് അബോവ് ദ ഐസ് ഡൗൺ ടു നോസ്. കണ്ണിൻ്റെ മേൽ മുതൽ ഈ മൂക്ക് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള, വലിച്ചു കീറുന്ന തരത്തിലുള്ള ഹെഡ് ഏക്ക്. That is a strong symptom of Calcarea. ഇത് ഇത്തരം ഹെഡേക്ക് കൽക്കേറിയ ഒരു സ്ട്രോങ് സിംറ്റമാണ്. ഇറ്റ് സീംസ് സംടൈംസ് ആസ് ഇഫ് എ ഗ്രേറ്റ് വേർഡ്ജ് വർ ദർ. ഇവിടെ ഒരു വലിയൊരു ആപ്പ് അടിച്ചു കയറ്റിയ പോലുള്ളൊരു വേദന. ഈ ആസിഫ് എന്ന് പറയുന്നൊരു കണ്ടീഷനൊക്കെ ചില പേഷ്യൻസൊക്കെ വളരെ കൃത്യമായിട്ട് പറയും. ഒരു പേഷ്യൻ്റ് ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു, തലയ്ക്ക് ചുറ്റും ഒരു ഇരുമ്പ് വട്ട ഇങ്ങനെ വലിച്ചു മുറുക്കിയതുപോലുള്ള വേദന. ഇവിടെ ഈ കണ്ണിനും നെറ്റിക്കൂടെയുള്ള, ആ കണ്ണിനും മൂക്കിനൂടെയുള്ള ഭാഗത്ത് അടിച്ചു കയറ്റിയുള്ള വേദന. അങ്ങനെയൊക്കെ പറയുമ്പോൾ ചില മരുന്നുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ദിസ് ഈസ് റിലീവ്ഡ് ബൈ വെരി ഹോട്ട് ആപ്ലിക്കേഷൻസ്. കടുത്ത ചൂട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് റിലീഫ് ഉണ്ടാവും. ഇറ്റ് ഈസ് റിലീവ്ഡ് ഇൻ ദ ഡാർക്ക്. ഇരുണ്ട മുറികളിൽ ചെന്ന് കഴിഞ്ഞാൽ, ഇരുട്ടുള്ള സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ റിലീഫ് ഉണ്ടാവും. ഇറ്റ്സ് അഗ്രവേറ്റ് ഇൻ ദ ഡേ ലൈറ്റ്. പകൽ വെളിച്ചത്തിൽ ഇത് കൂടും. വെളിച്ചം ഇതിലൊരു ഫാക്ടറാണ്. He must go into a dark room and lie down for relief. For relief കിട്ടണമെങ്കിൽ ഒരു ഇരുണ്ട മുറിയിലേക്ക് പോയി കിടക്കണം. Sometimes this headache is ameliorated by lying down in the dark. ചിലപ്പോൾ അതിന് റിലീഫ് ഉണ്ടാവും. This headache continues to grow worse during the day until in the evening it becomes so severe that it is attended with nausea and vomiting. അപ്പോൾ പകൽ സമയം ഈ ഹെഡേക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഈവനിങ് ആകുമ്പോൾ അങ്ങേറ്റം കൂടിയിട്ട് അയാൾക്ക് നോസിയും വോമിറ്റിങ്ങും ഒക്കെ ഉണ്ടാവും. ഇത്
എൻ്റെ ട്രയോയെ നേരത്തെ സൂചിപ്പിച്ചാണ് ഞാൻ കഴിക്കുന്നത്. എൻ്റെ ഒരു ഹെഡ് ഏക്ക് ഏതാണ്ട് ഈ ഒരു തരത്തിലായിരുന്നു സ്കൂൾ ഡേയ്സിലുണ്ടായിരുന്നത്. ഒരു 10-11 മണിക്ക് തുടങ്ങി അതിങ്ങനെ കൂടി വരും, വൈകുന്നേരം ആകുമ്പോഴേക്കും അതൊരു ഛർദിലെ പോയി അവസാനിക്കുമായിരുന്നു. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഫോംസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഏക്ക്. ഇറ്റ് ഈസ് എ ഹെഡ് ഏക്ക് ദാറ്റ് സംടൈംസ് ഒക്കേഴ്സ് വൺസ് ഇൻ 2 weeks. 2 ആഴ്ചയിൽ ഒരിക്കൽ സംഭവിക്കുന്ന ഹെഡ് ഏക്ക് ആവാം. അതൊരു അയാളുടെ പ്രകൃതത്തിൽ തന്നെയുള്ളൊരു ഹെഡ് ഏക്കാണത്. ഹെഡ് ഏക്ക് എവറി 7 days ഓർ ഹെഡ് ഏക്സ് വൺസ് ഇൻ 2 weeks. ഒരു പീരിയോഡിസിറ്റി ഉണ്ട്. 2 ആഴ്ചയിലൊരിക്കൽ, ആഴ്ചയിലൊരിക്കൽ, അങ്ങനെ പീരിയോഡിക്കലായിട്ട് വരുന്നതാണ്. സിക്ക് ഹെഡ് ഏക്ക്, ദ ഓൾഡ് ഫാഷൻ അമേരിക്കൻ സിക്ക് ഹെഡ് ഏക്ക്. അമേരിക്കൻ ഓരോ പ്രാദേശികമായിട്ട് അറിയപ്പെടുന്നതാണ്. ഇതൊരു സിക്ക് ഹെഡ് ഏക്കാണ് ശരിക്കും. ഒരു തലവേദന വന്നൊരു ആകെ ഒരു അസ്വസ്ഥത, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റുപ്പിഫൈങ്, ബിനംബിങ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊരു സിക്ക് ഹെഡ് ഏക്ക് എന്ന് പറയുന്നത്. ദർ ഈസ് കോമൺലി എ പീരിയോഡിസിറ്റി ബിലോങ്ങിങ് ടു ഇറ്റ് ഓഫ് 7 to 14 days. 7 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിൽ പീരിയോഡിസിറ്റി തലവേദനയുണ്ട്. ബട്ട് അഗെയിൻ ഇറ്റ് കംസ് ഓൺ whenever he is exposed by riding in the wind, for he is a very chilly patient. പക്ഷേ ഈ പീരിയോഡിസിറ്റി മാറും എപ്പോഴാണ്? ഒരു തണുത്ത കാറ്റടിച്ചു കഴിഞ്ഞാൽ, തണുപ്പിൽ എക്സ്പോസ് ചെയ്തായി കഴിഞ്ഞാൽ ഈ പീരിയോഡിസിറ്റിക്ക് പോകും. അപ്പോൾ ഈ സംഭവം വരും. കാരണം കൽക്കേറിയ പേഷ്യൻ്റ് ബേസിക്കലി ഒരു ചില്ലി പേഷ്യൻ്റാണ്. ഇഫ് ഹി ബിക്കംസ് റിയലി ചിൽഡ് ഓർ വെരി കോൾഡ്, ഹി ഗെറ്റ്സ് എ ഹെഡ് ഏക്ക്, എ സിക്ക് ഹെഡ് ഏക്ക്. അപ്പോൾ ശരിക്കും ചില്ലി ആയി കഴിഞ്ഞാൽ, വല്ലാതെ തണുപ്പടിച്ചു കഴിഞ്ഞാൽ, തണുപ്പത്ത് പോയി കഴിഞ്ഞാൽ ഈ പീരിയോഡിസിറ്റി ഒന്നും പ്രശ്നമല്ല, അയാൾക്ക് അപ്പം ഹെഡേക്ക് വരും. അത് കൽക്കേറിയയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. കൽക്കേറിയ പേഷ്യൻ്റ് ഇസ് എ ചില്ലി പേഷ്യൻ്റ്. അതെപ്പോഴും ശ്രദ്ധിച്ചു കൊള്ളാം. കൽക്കേറിയയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് കേൾക്കാം.